മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ഖൽബിന്റെ ഭാഗമാവണം. അപ്പൊ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ അടങ്ങാറാക്കിയ ഒരാളായിരുന്നു മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സുലൂൽ എന്ന് പറയുന്ന ആള്. എന്നാലോ എല്ലാ കാര്യങ്ങൾക്കും മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ടാവും. 5 വക്തിനും പള്ളിക്ക് വരും. യുദ്ധത്തിന് പോകുമ്പോ ഒപ്പം പോരും. നബിതങ്ങളും സഹാബത്തും ഏതെങ്കിലും വഴിക്ക് പോകുകയാണെങ്കിൽ അതിന്റെ ഒപ്പം ഉണ്ടാവും. 30 മണിയെട്ടിങ്ങാണ്ട് എല്ലായിടത്തും കൊണ്ടുപോകും. ആള് മുനാഫിക്കാണ്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്തി. അത് ഈ ആളാണ്, അതേ ആള്. ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ പ്രധാനിയാണ് സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം നടത്തിയിട്ട് 10-14 ദിവസം മുഅ്മിനീങ്ങൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ലോക്ക്ഡൌൺ ആയിരുന്നു അവിടെ. കച്ചവടമൊന്നുമില്ല പീടികളില്. അങ്ങാടിയിൽ മുഅ്മിനീങ്ങളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയും. പിന്നെ അണഞ്ഞു കൂട്ടിപ്പിടിച്ച് കരയും. അങ്ങനെ എല്ലാവർക്കും വിഷമായി. പൊന്നാര നബി തങ്ങൾ വീട്ടിലേക്ക് പോകുന്നില്ല. പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ ദിവസം വീട്ടിലേക്ക് പോണില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് തീരുമാനം അറിഞ്ഞിട്ട് പോകാന്ന് കരുതിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. തീരുമാനം അറിഞ്ഞില്ല, പോണില്ല. അസർ നിസ്കാരം കഴിഞ്ഞാല് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീടിന്റെ അടുത്ത് കൂടെ ഒന്നിങ്ങനെ പോകും. അപ്പോൾ വേലക്കാരിയെ കാണും. വേലക്കാരിയോട് വീട്ടുകാരിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയും. അങ്ങനെ തന്നെ പോരും. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നില്ല. അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ആയിഷ ബീവി കുറ്റവിമുക്തയായി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നബിതങ്ങൾക്കും സഹാബത്തിനും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ട് കൂടെയുള്ള ആളാണ്. കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ആ നിലക്കാണ് കരുതായിരുന്നു. ഇത് ഉള്ളിലുണ്ട്, എന്നാലോ എല്ലാ സംഗതിക്കും ഇടങ്കോലിട്ടുണ്ടാതാണ്. അതാണ് ഈ ആള്. എന്നാൽ നബിതങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇയാൾ മുനാഫിഖാണ് എന്ന് അറിയാമെങ്കിലും ആരോടും പറയില്ല. ഒരാളോടും പറയില്ല. KL 18 6986 എന്ന വാഹനം ഇറ്റിയോസ് ഒന്ന് മാറ്റി കൊടുക്കണമെന്നാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ വിഷയം ആരോടും പറയില്ല. അപൂർവമായിട്ട് സ്വകാര്യത്തിൽ ചിലരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരിക്കല് മദീനത്തെ മുനാഫിഖുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഉണ്ടായി ഒരിക്കല്. മദീനത്തെ പള്ളിയുടെ മുമ്പിൽ ഇങ്ങനെ സ്വഹാബത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് റളിയല്ലാഹു അൻഹു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പെങ്ങളെ റേഞ്ചൊക്കെ പോയി എന്ന് ഞാൻ ആലോചിക്കണം. പിടുത്തം വിട്ടല്ലോ. എന്താ ഉണ്ടായി? അതിനകത്ത് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്തേ? ഇനിയിപ്പോ തിരിച്ചു വരാൻ എന്താ ചെയ്യാ? ഒരന്ത ഉമ്മൻ അമ്മാബു ചെല്ലിയവരേക്കാരം. അന്ത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെ പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സഹാബത്തൊക്കെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ മുനാഫിക്കുകളുടെ പേര് ഹഫ്സ റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ വർത്താനം അങ്ങോട്ട് പറഞ്ഞു മുഴുവനായില്ല. പിന്നെ നോക്കുമ്പോ ഉമർ ഖത്താബിനെ കാണാൻ.
കൂടെ ഉണ്ടായിരുന്നു. എവിടേക്ക് പോയി എന്നോ കാണാനില്ല. മൂപ്പര് വേഗത്തിൽ ഹഫ്സ ബീവിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, ഇവിടെ മദീനത്തെ മുനാഫിക്കിങ്ങളുടെ ലീസ്റ്റ് തന്നിട്ടുണ്ട് എന്ന് കേട്ടു, അതൊന്ന് തരുമോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി പറഞ്ഞു തരൂല. ഞാൻ മൊബൈലിൽ ഒന്ന് ഇങ്ങനെ എടുത്തുങ്ങാണ്ട് തരണ്ട, അവിടെ പിടിച്ചാ മതി എന്നിങ്ങനെ. തരൂല തരൂല, ഒരു നിലക്കും കിട്ടൂല എന്ന് കണ്ടപ്പോ അവസാനം ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ ചോദിച്ചോളി. അപ്പൊ ചോദിച്ചു, അതിൽ എന്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു ഇല്ലാർന്നു. എന്നാ എനിക്ക് ആ ലിസ്റ്റ് വേണ്ടാർന്നു. അപ്പൊ മൂപ്പര് അത് തെരഞ്ഞു പോയത് അതിൽ ആരൊക്കെ ഉള്ളത് നോക്കാനല്ല, മൂപ്പരെ പേര് അതിലുണ്ടോ നോക്കാനാ. നമ്മൾ ഒരു തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ വെച്ചാല്, നമുക്ക് നമ്മളെ കാര്യത്തിൽ വലിയ ധൈര്യമാണ്, അവർക്ക് അവരുടെ കാര്യത്തിൽ ധൈര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് നമ്മൾ എന്തായാലും സ്വർഗത്തിലാണല്ലോ. പിന്നെ ഓരോരുത്തരെ നോക്കുകയാണെങ്കിൽ അബ്ദുറഹ്മാൻ ഒരു നിലക്കും പോകില്ല. കുഞ്ഞഹമ്മദ് സ്വർഗത്തേക്കുള്ള സാധ്യതയില്ല. ഗഫൂർ ഓന്റെ ഉമ്മാനെ തച്ചില്ല, പിന്നെ എങ്ങനെ പോവാ? പിന്നെ ഇപ്പൊ ആരാ ഉള്ളത്? പിന്നെ സത്താറ് അറബിനെ പറ്റിച്ചു പോകുന്നതല്ലേ മുമ്പ്. പിന്നെ ആരാ പോകാനുള്ളത്? ബഹുമാനപ്പെട്ട ഞാനവർകൾ ഒരാരാ പോകാനുള്ളത്? ഇതൊക്കെ അറിയാം നമ്മളെ കൽബ്. നിങ്ങൾ ചിരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയാണ് നമ്മളെ കൽബ് ഉണ്ടായത്. പക്ഷെ സ്വഹാബത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത, ഓൽക്ക് വേറെയുള്ള ആരെ കാര്യത്തിലും പേടിയില്ല, ഓൽക്ക് ഓല കാര്യത്തിലാ പേടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞ ആരാ? ഉമറെ, നിങ്ങൾക്ക് സ്വർഗണ്ട് എന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആ നബിയാണല്ലോ സ്വർഗണ്ട് എന്ന് തന്നെ പറഞ്ഞ ആള്. സ്വർഗണ്ട് എന്ന് വേറൊരാളും, ഉമറെ ഇങ്ങക്ക് സ്വർഗണ്ട് എന്ന് വേറൊരാളും പറഞ്ഞല്ല. സ്വർഗമുണ്ടെന്ന് ആരാണോ പറഞ്ഞത് ആ ആള് തന്നെയാണ് ഉമറും ഫിൽ ജന്ന, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരാളാണ്. ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ وبسيد الصديق ثم بسيدي زوج وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء. ഞാന് നല്ല മിഞ്ഞാന്ന് പൊന്മള ഫരീദ് ഉസ്താദിന്റെ ആണ്ട് നേർച്ചയായിരുന്നു. അപ്പോ അനുസ്മരണ പ്രഭാഷണത്തിന് പോയി. പൊന്മല ഫരീദ് ഉസ്താദ് സുയൂഫുൻ നസ്ർ എന്ന് പറഞ്ഞ ഈ ബൈത്ത്, ബദർ ബൈത്ത് എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു എന്നാണ്. പൊന്മല ഫരീദ് ഉസ്താദിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് ഇപ്പൊ ഓർമ്മ രണ്ടായ കാരണം. എല്ലാ റബീഉൽ അവ്വൽ 12 സുബ്ഹിയുടെ മൗലിദിനും പുതിയ തുണിയും കുപ്പായും ധരിക്കുമായിരുന്നു എന്നതാണ്. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. ആശിഖിന്റെ നാവിന് അസർ കൂടുതലായിരിക്കും. അതാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനിയോട് ദുആ ചെയ്യാൻ, വസിയത്ത് ചെയ്യാനുണ്ടായ കാരണം. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു താബിഈയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വസിയത്തായിട്ട് ഏൽപ്പിച്ചു, ഉമറെ, നിങ്ങളുടെ ഭരണകാലത്ത് ഖറൻ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉവൈസ് എന്ന ഒരാളുണ്ടാവും, അയാളെ കൊണ്ട് ദുആ ചെയ്യിക്കണേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു. എന്താ ഉവൈസുൽ ഖർനിയുടെ പ്രത്യേകത? ആശിഖാൻ. ആശിഖിന്റെ നാവിന് അസർ ഉണ്ടാകുമെന്നാണ്. പൊന്മള ഫരീദ് ഉസ്താദിന്റെ മുഷാവറ മെമ്പറാണ്. പൊന്മള ഫരീദ് ഉസ്താദ് നിങ്ങളൊക്കെ അറിയാലോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറായിരുന്നു പൊന്മള ഫരീദ് ഉസ്താദ്. ഒരുപാട് ശിഷ്യന്മാർക്ക് ദർസ് നടത്തിയ വലിയ മുദരിസ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെ ദർസിലുള്ള ആളുകളുടെ സംഘം വരുന്നു. ഒരു ഓഡിറ്റോറിയം നിറയെ മുത്തല്ലിമീങ്ങളുണ്ട്. ഇന്നും വളരെ ഉഷാറായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന്റെ മകൻ മുദരിസാണ്. അദ്ദേഹത്തിന് ഇന്ന് ഇൽമു പഠിച്ചിട്ടുള്ള പലരും മുദരിസുമാരാണ്. ഇൽമിന് ഖിദ്മത്തെടുത്ത വലിയൊരു മനുഷ്യൻ. അതിപ്പോ ഞാൻ സമസ്തയിലെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ തന്നെ കേട്ടോ.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ മനുഷ്യന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മള് മരിക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം വേണ്ടി വരക്കുന്ന ആൾക്കാരാണല്ലോ. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ മൗത്താവാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. നമ്മൾ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ആഗ്രഹിക്കുന്നത്. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്തായ ഒരാളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ആയിരുന്ന കോയക്കുട്ടി ഉസ്താദ്, ആനക്കര കോയക്കുട്ടി മുസ്ലിയാർ 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് വഫാത്താണ്. അപ്പൊ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അങ്ങനെയാണ്. എന്തായാലും ഫരീദ് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ള കാരണം, റബീഉൽ അവ്വൽ 12-ന് സുബ്ഹിയുടെ മൗലിദിന് പോകുമ്പോ പുതിയ തുണിയും കുപ്പായം ധരിക്കാറുണ്ടായിരുന്നു എന്ന് മഹാനവറുകളുടെ താരീഖിലുണ്ട്. അപ്പൊ അതിനോട് അത്രയും വലിയ മഹബത്ത്. അതുകൊണ്ട് തന്നെ നാവിന് വലിയ അസറാണ്. ആശിഖുകളുടെ നാവിന് വലിയ അസർ ഉണ്ടായിരിക്കും. അപ്പോ എന്താ ഇപ്പൊ പറയാൻ കാരണം എന്നറിയില്ല. എന്തായാലും ഉമർ ഖത്താബ് എന്താ ഇപ്പൊ പറയാൻ പോയ നമ്മള് മുനാഫിഖ് ആ ബെയ്ത്ത് ആ ബെയ്ത്ത് കിട്ടാതായപ്പോ പരിസ്ഥിതിനെ ഓർമ്മ വന്നതാ. അങ്ങനെ ചിലത് കിട്ടിയാലാണ് ആളെ ഓർമ്മ വരിക, ചിലത് കിട്ടാഞ്ഞ ഓർമ്മ വരും. ബിമുഹമ്മദിൽ മുഖ്താരി യാ മൗലായി ഖൈരിൽ അനാമി വസയ്യിദി ശുഫാഇ وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعيدهم ذي المجد والآلاء وبابن عوف من سما فالك العلا وابن عبيدة سيد الأمناء ومن علي بتوبة مقبولة تمحو بها عني عظيم خطائي هم أهل بدر لا يضام محبهم فبحقهم اقبل جميع دعائي. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആൾക്കാരാണ്. ആൾക്കാർ. ഈ 10 ആൾക്കാർക്ക് സ്വർഗം ഉണ്ട് എന്ന് പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒരോട്ടൊന്നല്ല, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.